പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ ആഗോളതലത്തിൽ തുറന്നുകാട്ടുന്നതിനായി അടുത്തയാഴ്ച വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യയിലെ വിദേശകാര്യ പാർലമെന്ററി പാനലിന്റെ തലവൻ കൂടിയായ ശശി തരൂർ പ്രതിനിധി സംഘത്തെ നയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രതിനിധി സംഘത്തെ നയിക്കാൻ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ സമീപിച്ചതായി അദ്ദേഹവുമായുള്ള അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തരൂരിനെ താക്കീത് ചെയ്തെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് മോദി സർക്കാർ തങ്ങളുടെ സർവകക്ഷി സംഘത്തെ നയിക്കാൻ അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ താക്കീത് ചെയ്തു എന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂർ നിഷേധിച്ചിരുന്നു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമാക്കുന്നതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ നയതന്ത്ര നീക്കം. തരൂരിനെ കൂടാതെ കോൺഗ്രസിൽ നിന്ന് മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, അമർ സിംഗ് തുടങ്ങിയ എംപിമാരെയും സർക്കാർ സമീപിച്ചിട്ടുണ്ട്. നയതന്ത്ര ദൗത്യത്തിൽ പങ്കാളിത്തം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എംപിമാരെ സർക്കാർ സമീപിച്ചിരിക്കുകയാണ്. പ്രതിനിധികളുടെയും പങ്കാളികളുടെയും കൃത്യമായ എണ്ണം ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും 30-ലധികം എംപിമാർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ്, TMC, DMK, NCP, JDU, BJD, CPM പാർട്ടികളിൽ നിന്നുള്ള എംപിമാർ പ്രതിനിധി സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. സത്യത്തിൽ BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അനൌദ്യോഗിക വക്താവിനെ പോലെ പ്രതികരിക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂർ കോൺഗ്രസിന് തലവേദനയാവുകയാണ്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയുണ്ടാക്കാൻ അമേരിക്ക ഇടപെട്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിരോധത്തിലായ കേന്ദ്ര സർക്കാരിനെ ശക്തമായി പിന്തുണച്ചാണ് ശശി തരൂർ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നിരവധി നേതാക്കൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടി തരൂരിനെ രൂക്ഷമായി വിമർശിച്ചു. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി നിർണായക അവസരങ്ങളിൽ പാർട്ടി വിരുദ്ധ നിലപാടുകൾ പാടില്ലെന്ന് നേതാക്കൾ തരൂരിനെ താക്കീത് ചെയ്തു. തന്റെ പ്രതികരണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണിതെന്ന് തരൂർ പ്രതികരിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നിൽ അമേരിക്കൻ മധ്യസ്ഥതയില്ലെന്ന് സ്ഥാപിക്കാൻ തരൂർ മാധ്യമങ്ങൾ തോറും ഓടി നടന്ന് അഭിമുഖങ്ങൾ നൽകിയിരുന്നു. BJP നേതാക്കൾ തരൂരിനെ ശക്തമായി പിന്തുണച്ച് രംഗത്തെത്തി. ഏതായാലും ഈ അടുത്തെങ്ങാനും തരൂർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.